നമസ്കാരം. ടോക്ക് ടു 90 മിനിറ്റ്സിലോട്ട് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് 2026 ലോകകപ്പ്, അടുത്ത വർഷം നടക്കുന്ന 2026 ലോകകപ്പിൽ ഏതൊക്കെ ടീം, എത്ര ടീം ഇതുവരെ യോഗ്യത നേടി എന്നുള്ളതാണ്. ആകെ മൊത്തം 18 ടീമുകളാണ് ഇപ്പോൾ യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നത്. അതിൽ 3 ടീമുകൾ ആതിഥേയരായിട്ടുള്ള USA, കാനഡ, മെക്സിക്കോ. ഈ 3 ടീമുകൾ ഉൾപ്പെടെ ടോട്ടൽ 18 ടീമുകളാണ് ഇപ്പോൾ നമ്മൾ ലോകകപ്പിന് യോഗ്യത ഉറപ്പാക്കിയിട്ടുള്ള ടീമുകൾ. നമ്മുടെ ലോകകപ്പിൻ്റെ യോഗ്യത മത്സരത്തിൽ 206 ടീമുകളാണ് ടോട്ടലായിട്ട് 6 ഭൂഖണ്ഡങ്ങളിൽ നിന്ന് മത്സരിക്കുന്നത്. 6 ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു കോൺകാഫിൻ്റെ കോൺഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്ക ആൻഡ് കരീബിയൻ അസോസിയേഷൻ, ഇതിൽ നിന്ന് ഓൾറെഡി 3 ടീമുകൾ ഇപ്പോൾ ഓൾറെഡി യോഗ്യത നേടിയിട്ടുണ്ട്. അതായത് ആതിഥേയർ എന്ന നിലയിൽ കാനഡയും അമേരിക്കയും USAയും ഓൾറെഡി യോഗ്യത നേടിയിട്ടുണ്ട്. ബാക്കി തേർഡ് റൗണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ആയിട്ടില്ല. തേർഡ് റൗണ്ടിൽ 3 ടീമുകൾക്ക് ഡയറക്റ്റായിട്ട് ലോകകപ്പ് യോഗ്യതയിലോട്ട് കയറാൻ പറ്റും. ബാക്കി വരുന്ന 2 ടീമുകൾക്ക് കോൺഫെഡറേഷൻ പ്ലേ ഓഫ് കളിച്ചിട്ട് കയറാനുള്ള ഒരു അവസരം ഈ കോൺകാഫ് ഫെഡറേഷൻ്റെ ഭൂഖണ്ഡത്തിൽ നിന്ന് വരുന്ന ടീമുകൾക്ക് ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് പറയാൻ പോകുന്നത് AFC ആണ്, ഏഷ്യൻ ഭൂഖണ്ഡം. നമുക്കറിയാം ഈ പ്രാവശ്യം കൂടുതൽ ടീമുകളെ ലോകകപ്പ് FIFA 2026 ലോകകപ്പിലോട്ട് പരിഗണിക്കുന്നുണ്ട്. ഏകദേശം 8 ടീമുകൾക്ക് വേണമെങ്കിൽ നമുക്ക് AFC ഏഷ്യൻ ഭൂഖണ്ഡങ്ങൾക്ക് നിന്ന് യോഗ്യത നേടാൻ പറ്റും. അതിൽ ഓൾറെഡി ഇപ്പോൾ നമുക്ക് ഒരു 5 ടീമോളം യോഗ്യത നേടി കഴിഞ്ഞിട്ടുണ്ട്. അതിലിപ്പോൾ ഇറാൻ, ജപ്പാൻ, ഉസ്ബെക്കിസ്ഥാൻ, സൗത്ത് ആഫ്രിക്ക, ജോർദാൻ എന്നീ 5 ടീമുകൾക്ക് ഓൾറെഡി യോഗ്യത ഉറപ്പാക്കിയ ടീമുകളാണ്. ഫോർത്ത് റൗണ്ടിൽ 6 ടീമുകൾ ഇനി മത്സരിക്കാനുണ്ട്. ഇനി ഫോർത്ത് റൗണ്ട് മത്സരം വരുന്നുണ്ട്. അതിൽ 6 ടീമുകൾ മത്സരിക്കും. അതിൽ 2 ടീമുകൾക്ക്, അതായത് 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടുള്ള 3 ടീമുകളായിട്ട് 2 ഗ്രൂപ്പുകളായിരിക്കും മത്സരിക്കുക. അതിൽ വരുന്ന 2 ഗ്രൂപ്പിലെ വിജയികൾക്ക് ഡയറക്റ്റ് ലോകകപ്പിന് യോഗ്യത ഉറപ്പാക്കാൻ പറ്റും. രണ്ടാം സ്ഥാനത്ത് വരുന്ന 2 ടീമുകൾക്ക് 2 ലെഗ്, അതായത് അവരെ ഹോം ആൻഡ് അവേ മത്സരം കളിച്ചിട്ട് അതിൽ ജയിക്കുന്ന ടീമിന് ഇന്റർ കോൺഫെഡറേഷൻ പ്ലേ ഓഫിൽ കളിക്കാനുള്ളൊരു അവസരം കൂടി ഉണ്ട്. കാരണം അവർക്ക് ആ ഒരു മത്സരം കൊണ്ട് തീരുന്നില്ല, വീണ്ടും അവർക്കൊരു തോക്കുന്ന ടീമിന് ഇന്റർ കോൺഫെഡറേഷൻ പ്ലേ ഓഫ് കളിക്കാനുള്ളൊരു അവസരം കൂടി FIFA ഇപ്രാവശ്യം AFCയുടെ ഭാഗത്തു നിന്നുള്ള ഒരുക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു ഇത് പറയുന്നത് നമ്മളെ ലാറ്റിൻ അമേരിക്കയാണ്. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഓൾറെഡി ഇപ്പോൾ ഒരു 6 ടീമുകൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. 7ാം സ്ഥാനത്ത് വന്ന ഒരു ടീം, അതായത് കഴിഞ്ഞ മത്സരത്തിൽ ബ്രസീലിനെ പരാജയപ്പെടുത്തിയ ബൊളീവിയയ്ക്ക് അതേപോലെ തന്നെ ഇന്റർ കോൺഫെഡറേഷൻ പ്ലേ ഓഫ് കളിക്കാനുള്ളൊരു യോഗ്യത അവസരം ലഭിച്ചിട്ടുണ്ട്. അർജന്റീന, ബ്രസീൽ, ഇക്വഡോർ, ഉറുഗ്വേ, കൊളംബിയ, പാരഗ്വേ എന്നീ 6 ടീമുകളാണ് ഇപ്പോൾ FIFA ലോകകപ്പിന് യോഗ്യത ഉറപ്പാക്കിയ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന്. അവിടുത്തെ മത്സരങ്ങളെല്ലാം പൂർത്തീകരിക്കുകയാണ്. അവിടുന്ന് യോഗ്യത ഉറപ്പാക്കിയ ടീമുകൾ എന്ന് വേണം പറയാം. രണ്ടാമത്തെ ഒരു ഇത് വരുന്നത് കാഫാണ്, അതായത് ആഫ്രിക്കൻ ക്വാളിഫിക്കേഷനാണ് വരുന്നത്. ആഫ്രിക്കൻ ക്വാളിഫിക്കേഷനിൽ ഇപ്പോൾ നിലവിലിപ്പോൾ 2 ടീമുകളാണ് യോഗ്യത ഉറപ്പാക്കിയിട്ടുള്ളത്, മൊറോക്കോയും ടുണീസിയാണ്. ബാക്കി ഫോർത്ത് റൗണ്ടും സെക്കൻഡ് റൗണ്ടും മത്സരങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ, ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ മൊറോക്കോയും ടുണീസിയാണ് ഇപ്പോൾ യോഗ്യത നേടിയ ടീമുകൾ. അടുത്ത സെക്കൻഡ് റൗണ്ടിലൂടെ വരുമ്പോൾ അവിടുത്തെ റണ്ണേഴ്സ് ആയിട്ടുള്ള 2 ടീമുകൾ ഇന്റർ കോൺഫെഡറേഷൻ പ്ലേ ഓഫ് മത്സരത്തിൽ കളിക്കുന്നതായിരിക്കും. ഭൂഖണ്ഡം എന്ന് പറയുന്നത് OFC ആണ്, ഒഷീനിയ ഫുട്ബോൾ കോൺഫെഡറേഷൻ. അതായത് 2026 ലോകകപ്പിൽ ആദ്യമായിട്ടാണ് OFCയിൽ നിന്നും സ്ലോട്ടുകൾ വരുന്നത്. കാരണം ഫിഫയുടെ ഒരു ആദ്യത്തെ ഒരു തീരുമാനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതുവരെ അവിടുത്തെ ഒരു ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഒരു ടീം പോലും ലോകകപ്പ് കളിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ ഒരു സ്ലോട്ട് ഉറപ്പാക്കിയിരിക്കുന്ന ടീം ന്യൂസിലാൻഡാണ്. ന്യൂസിലാൻഡ് അവിടുത്തെ വിന്നേഴ്സായിട്ട് അവിടുത്തെ ഗ്രൂപ്പ് ഘട്ടത്തിലെല്ലാം ജയിച്ച് പ്ലേ ഓഫ് കളിച്ച് അവർ ഒരു ഉറപ്പാക്കി എന്ന് വേണമെങ്കിൽ പറയാം. 2026 ലോകകപ്പിൽ OFC നിന്ന് ആദ്യത്തെ ടീമായിട്ട് വന്നിരിക്കുന്നത് ന്യൂസിലാൻഡാണ്. അതിൻ്റെ കൂടെ ഫൈനൽ കളിച്ച ന്യൂ കാലിഡോണിയക്ക് ഒരു അവസരം കൂടി അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അവർക്കും ഈ കോൺഫെഡറേഷൻ പ്ലേ ഓഫ് കളിച്ച് വേണമെങ്കിൽ ലോകകപ്പിന് പങ്കെടുക്കാനുള്ളൊരു അവസരം അവർ ഒരുക്കി കൊടുക്കുന്നുണ്ട് OFCയുടെ ഭാഗത്തുനിന്നും ഫിഫയുടെ ഭാഗത്തുനിന്നായാലും. അവസാനത്തൊരു ഇത് പറയുന്നത് യൂറോപ്പാണ്. യൂറോപ്പിലെ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു ടീം പോലും യോഗ്യത ഉറപ്പാക്കി എന്ന് വേണമെങ്കിലും പറയാൻ പറ്റില്ല. കാരണം അവിടുത്തെ മത്സരങ്ങൾ ഇപ്പോഴാണ്, അവിടുത്തെ ഈ ഒരു ലാസ്റ്റ് സൂപ്പർ കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഒരു അവരെ യോഗ്യതാ മത്സരങ്ങൾ
നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് ഒരു അടുത്തൊരു വർഷം പകുതിയൊക്കെ ആകുന്നതിനൊക്കെ ശേഷം അവിടുത്തെ സ്ലോട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയും ടീമുകളാണ് നമുക്ക് ഈ ലോകകപ്പിൻ്റെ യോഗ്യതാ മത്സരത്തിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.